പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം. പെറ്റ് പേരൻസ് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ തങ്ങളുടെ പെറ്റ്സിനോട് ചെയ്യുന്ന ചില കുറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ തെറ്റുകളുണ്ട്. ഈ തെറ്റുകൾ പലപ്പോഴും നായയെ ദോഷകരമായി ബാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ? ഈ വിഷയത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ അഞ്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയുവാനായി ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓവർ ഫീഡിങ്, ആഹാരക്രമം. ഓവർ ഫീഡിങ് അല്ലെങ്കിൽ ലോ ഫീഡിങ്. പലപ്പോഴും നമ്മൾ നായ്ക്കളെ സ്നേഹിക്കുന്നത് നമ്മൾ അവർക്ക് കൂടുതൽ ആഹാരം കൊടുത്തിട്ടായിരിക്കാം. നമ്മുടെ വീട്ടിനുള്ളിൽ വളർത്തുന്ന നായ്ക്കളാണെങ്കിൽ നാം ആഹാരം കഴിക്കുമ്പോൾ അവ നമ്മളോടൊപ്പം വന്ന് നിന്ന് ഡൈനിങ് ടേബിളിനരികിൽ വന്ന് നിന്ന് വാലാട്ടുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നാം തിരിച്ചവനോടുള്ള ഒരു സ്നേഹപ്രകടനം എന്നുള്ള നിലയിൽ നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് അല്ലെങ്കിൽ ഒരു ട്രീറ്റ് ഒക്കെ നമ്മൾ അവന് കൊടുക്കാറുണ്ട്. ഇത് പലപ്പോഴും ഇങ്ങനെ അസമയത്തുള്ള അല്ലെങ്കിൽ ആവശ്യത്തിന് അല്ലാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള ചെറിയ പാരിതോഷികങ്ങൾ, ആഹാര സാധനങ്ങൾ ഒക്കെ നായയുടെ അമിതവണ്ണത്തിന് കാരണമാകും. ഒബേസിറ്റി മാത്രമല്ല, ഇത്തരത്തിൽ അമിതമായി ആഹാരം കഴിക്കുന്ന നായ്ക്കൾക്ക് ഫാറ്റ് അടിയുക, ശരീരത്തിൽ കൊഴുപ്പടിയുക, അതുപോലെ തന്നെ ഡയബറ്റിസ്, മറ്റ് പല രോഗങ്ങൾക്കും ഇത്തരത്തിലുള്ള ഓവർ ഫീഡിങ് കാരണമാകും. അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ നായയുടെ ആവശ്യങ്ങൾ അറിയാതെ അവർക്ക് ആവശ്യമായ ന്യൂട്രിയൻസിൻ്റെ കാര്യങ്ങൾ അറിയാതെ നമ്മൾ ചിലപ്പോൾ അവർക്കുള്ള ആഹാരത്തിൽ ചെറിയ കുറവ് വരുത്താറുണ്ട്. അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട ഓണർ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നായയോട് ചെയ്യുന്ന ഒരു വളരെ വലിയ തെറ്റ് തന്നെയാണ്. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പല പെറ്റ് ഓണേഴ്സും അറിഞ്ഞോ അറിയാതോ നടത്തുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് റെഗുലറായിട്ടുള്ള ഒരു വെറ്റിനറിയൻ്റെ വിസിറ്റാണ്. ഒരു ഹെൽത്ത് ചെക്കപ്പ്. നമ്മൾ എത്ര പേർ നമ്മുടെ നായയെ നാം ഒരു റെഗുലർ ചെക്കപ്പിന് കൊണ്ടുപോകാറുണ്ട്? ഒരു രോഗം വന്നാൽ ഒരു പക്ഷേ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നായയെ കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറുടെ അടുത്ത് എത്തും. എന്നാൽ അതുപോരാ, ഒരു റെഗുലർ വെറ്റിനറിയൻ്റെ വിസിറ്റ് റെഗുലറായിട്ട് നമ്മുടെ നായയ്ക്ക് ആവശ്യമുണ്ട്. ഇതുമൂലം നമുക്ക് ഒരു പക്ഷേ പല രോഗങ്ങളും നേരത്തെ തന്നെ വളരെ മുൻകൂട്ടി തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. പല രോഗങ്ങൾ, ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, പല ഇൻഫെക്ഷൻസ്, ഇതെല്ലാം ഇത്തരം ഒരു റെഗുലർ ചെക്കപ്പിലൂടെ നമുക്ക് നമ്മുടെ നായയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ കിട്ടും. അതുകൊണ്ട് കൃത്യമായിട്ട് 6 മാസം ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നായയെ ഒരു റെഗുലർ വെറ്റ് ചെക്കപ്പിനായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ആനുവൽ വാക്സിനേഷൻ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ആനുവൽ വാക്സിനേഷനും ഡീവേമിങ്ങും കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഈ റെഗുലർ ചെക്കപ്പിന് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ മിസ്സ് ചെയ്യാതെ ആ വെറ്റിനറിയൻ നിങ്ങളെ ഉപദേശിക്കുകയും നമ്മുടെ നായയ്ക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയും ചെയ്യും. പിന്നെ മിക്കവാറും നായ ഉടമസ്ഥർ മറന്നു പോകുന്ന അല്ലെങ്കിൽ അറിയാതെ തന്നെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് അതിനും ആവശ്യമായ മാനസികമായ സന്തോഷവും ശാരീരികമായ സന്തോഷവും അതിനും നൽകണമെന്നുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ നായയെ എന്നും കൂട്ടിനുള്ളിൽ തന്നെ അടച്ചിടുക അല്ലെങ്കിൽ തുറന്നു വിടാതെ അതിനെ കൂട്ടിനുള്ളിൽ തന്നെ അടച്ചിടുക എന്ന് പറയുന്ന അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കുറ്റം തന്നെയാണ്. ഒരു മിസ്റ്റേക്കാണത്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. ശാരീരികമായ ഒരു ഉന്മേഷം കിട്ടുന്നതിനും അതുപോലെ തന്നെ മാനസികമായ ഉന്മേഷത്തിനും ആരോഗ്യത്തിനും ഒക്കെ അതിന് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം ആവശ്യമാണ്. ചെറിയ നടത്ത, അതുപോലെ ഓട്ടം, ചില കളികൾ, ഇതെല്ലാം നമ്മുടെ നായയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. ഇത് പലപ്പോഴും നമ്മൾ ഡിനൈ ചെയ്യാറുണ്ട്. നമ്മളുടെ ജോലി തിരക്ക് മൂലമോ സാഹചര്യങ്ങൾ മൂലമോ ഒക്കെ പെറ്റ് പേരൻസ് പലപ്പോഴും നമ്മുടെ ഡോഗ്സിനോട് ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള നമ്മൾ ശാരീരികവും മാനസികവുമായ ഉത്തേജനമുണ്ടാക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നായയ്ക്ക് നൽകാതിരിക്കുക എന്നുള്ളത്. നാലാമതായി പെറ്റ് പേരൻസിന് പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ തെറ്റ്, ചെറുതല്ല വലിയ തെറ്റ് എന്ന് പറയുന്നത്, അതൊരു വളരെ സാരമായ ഒരു തെറ്റ് തന്നെയാണ്. അതായത് നായ്ക്കളുടെ ദന്താരോഗ്യത്തെക്കുറിച്ചുള്ളതാണ്.
പലപ്പോഴും പെറ്റ് പേരൻസ് നായകളുടെ ദന്താരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറേയില്ല എന്നുള്ളതാണ് വാസ്തവം. പ്ലാക്സ് പോലുള്ള രോഗാവസ്ഥയിൽ, പല്ലിന്മേൽ പ്ലാക്ക് അടിയുക എന്ന് പറയുന്ന രോഗാവസ്ഥയിലായിരിക്കും മിക്കവാറും നായ്ക്കളെയുമായി ഡോക്ടറുടെ അടുത്തേക്ക് പെറ്റ് പേരൻസ് എത്തുന്നത്. ചിലരെങ്കിലും ഡോഗ്സിന് ച്യൂസ് കൊടുക്കാറുണ്ട്, അതായത് ചവയ്ക്കുന്ന രീതിയിലുള്ള ഡോഗ് ച്യൂസ് ചിലരെങ്കിലും നൽകാറുണ്ട്. പക്ഷേ മെജോറിറ്റി ആൾക്കാരും ഇത് നൽകുന്നില്ല, അല്ലെങ്കിൽ നായയുടെ പല്ലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതൊരു വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നായയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള പേസ്റ്റുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹെൽത്ത് ചെക്കപ്പിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നായയുടെ പല്ലുകളുടെ ആരോഗ്യം അല്ലെങ്കിൽ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ, പല്ലുകളുടെയും മറ്റും ആരോഗ്യം നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ബാഡ് ബ്രത്ത്, ബാഡ് ഓഡർ, വാ തുറക്കുമ്പോൾ പട്ടിയുടെ നായയുടെ വായിൽ നിന്നും വളരെ മോശമായ ദുർഗന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പല്ലുകൾ പ്ലാക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, മോണരോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ നാം അറിയാതെ, ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നാം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ നായയോട് നമ്മൾ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. അഞ്ചാമതായി നമുക്ക് ഉണ്ടായേക്കാവുന്ന ഒരു തെറ്റ്, അല്ലെ പെറ്റ് പേരൻസിന് ഉണ്ടാവുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് നായയുടെ ശരീരഭാഷ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ഉദാഹരണമായി, നായ വാലാട്ടുന്നുവെങ്കിൽ അത് സ്നേഹപ്രകടനം കൊണ്ട് മാത്രമല്ല. അതുപോലെ തന്നെ പലപ്പോഴും പെറ്റ് പേരൻസിന് ഒരു നായയ്ക്ക് വേദന ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ശരീരഭാഷ അറിഞ്ഞോ അറിയാതെയോ മനസ്സിലാക്കാതെ പോകുന്നതും ഒരു പെറ്റ് പേരൻറ്റിനെ സംബന്ധിച്ച് തൻ്റെ പെറ്റിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ് തന്നെയാണ്. ഇത്തരത്തിലുള്ള നായയുടെ ശരീരഭാഷ അറിയാത്ത ഒരു പെറ്റ് ഓണർ ഒരു പക്ഷേ അതിനോട് എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അതിനോട് നമ്മളൊരു തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നായയുടെ ബോഡി ലാംഗ്വേജസിനെ കുറിച്ച് ഓരോ പെറ്റ് ഓണേഴ്സും അറിഞ്ഞിരിക്കണം. നായയുടെ ബോഡി ലാംഗ്വേജസിനെ കുറിച്ച് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ മറ്റൊരു വീഡിയോയുമായി എത്തും. പെറ്റ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ അല്ലെങ്കിൽ സംശയങ്ങൾ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ബൈ.